ചാപ്പോത്ത് സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിൻ്റെ പ്രിവ്യൂ 2-3 പ്രാവശ്യം കണ്ടതാണ്. പക്ഷേ ഒരു തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പോൾ അതിൻ്റെ ഫീൽ എന്ന് പറയുന്നത് വേറെയാണ്. സത്യത്തിൽ ഞാൻ കരഞ്ഞു പോയി പടം കണ്ടിട്ട്. എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. മനസ്സിൽ തൊട്ട് ഞാൻ പറയുകയാണ്. പിന്നെ ഈ ഒരു അതായത് കൊമേഴ്ഷ്യൽ സിനിമകൾ ആൾക്കാർ കൂടുതലും ഇഷ്ടപ്പെടുന്നു. പക്ഷേ ഇതുപോലുള്ള സിനിമകൾ ഇതൊരു പൂർണ്ണമായിട്ടും ഒരു അവാർഡ് മൂവി ടൈപ്പ് എന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഹൃദയത്തിലേക്ക് അധികം പ്രണയ ഗാനങ്ങളോ മറ്റ് ഇതൊന്നും ഇല്ലാതെ വളരെ മനോഹരമായി ഇത് ഡയറക്ടർ ആയ മഹേഷിനും അജേഷിനും ഒക്കെ ചിത്രീകരിക്കാൻ പറ്റിയെന്നുള്ളൊരു വലിയ കാര്യം തന്നെയാണ്. അതുപോലെ ഇതിൽ അഭിനയിച്ചേക്കുന്ന എല്ലാവരും വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൊച്ചുകുട്ടി മുതൽ വലിയ ആൾക്കാർ വരെ എല്ലാവരും വളരെ മനോഹരമായിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട്. എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്ത് ഇതിൻ്റെ പശ്ചാത്തല സംഗീതത്തിന് എനിക്ക് ദാദാ സാഹിബ് ഫാൽക്കെ ഫിലിം ഫെസ്റ്റിവൽ അവാർഡ് ഉണ്ടായിരുന്നു. എതിരായിട്ട് ഒരുപാട് സിനിമകളുണ്ടായിരുന്നു. സീതാരാമം എന്ന സിനിമ മുതൽ അതിനവിടെ ഓപ്പോസിറ്റ് മത്സരത്തിനുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഈ ചാപ്പകുത്ത് സിനിമയ്ക്കാണ് റീ റെക്കോർഡിങ്ങിന് എനിക്ക് അവാർഡ് കിട്ടിയത്. അതുപോലെ ഹൈദരാബാദ് ഏകദേശം 10-40ഓളം അവാർഡുകൾ പല കൺട്രീസിൽ നിന്ന് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലുള്ള സിനിമകൾ ഇനിയും ഉണ്ടാവണമെന്ന് ഞാൻ പറയുന്നു. അത്രേ എനിക്ക് പറയാനുള്ളൂ. എല്ലാവർക്കും നമസ്കാരം. ഞാനിതിൻ്റെ പ്രൊഡ്യൂസറാണ്. ഇതെൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റായിരുന്നു. വളരെ വർഷങ്ങളായിട്ട് ഞാൻ ഈ ഡബ്ബിംഗ് ഫീൽഡിൽ നിന്നാൽ പോലും എനിക്ക് ഒരു പടം എടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു. അത് ഞാൻ എടുത്ത് ഫുൾ തീർത്തു. പക്ഷെ ഞാൻ ഇന്ന് പ്രേക്ഷകരോടൊപ്പം ഇരുന്ന് കണ്ടപ്പം സത്യത്തിൽ ഈ പടത്തിൻ്റെ ആറാറും സംഗീതമൊക്കെ വളരെ മികവുറ്റാണ്. അത് കണ്ട് കരഞ്ഞു പോയി. തീർച്ചയായിട്ടും ഞാനിതൊരു വെറും പാഴ്വാക്കായിട്ട് പറയുകയല്ല, മനസ്സിൽ തൊട്ടുപോയി. കാരണം ഇത്രയും പേരോടൊപ്പം ഞാനിന്ന് പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഇതൊന്നും പറയാൻ വാക്കുകളില്ല. കാരണം ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളൊരു മെസ്സേജേ ഉള്ളൂ. ഒരു നല്ല മെസ്സേജ് ഇതിലുണ്ട്. ഒരു ആംഗലപങ്ങളുടെ ജീവിതത്തിലുള്ളൊരു മെസ്സേജാണിത്. അതുപോലെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും വളരെ മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ഹിമയൊക്കെ വളരെ ഞാൻ പ്രതീക്ഷിച്ചതിന് അപ്പുറമായിട്ടാണ് ഹിമ അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ ടോം ആണെങ്കിലും ബെന്നി ആണെങ്കിലും വളരെ മനോഹരമായിട്ട്. ലോകേഷ്, ആങ്ങള ചെറുക്കൻ ലോകേഷ് ഒരു തമിഴ് നടനാണെങ്കിൽ പോലും അസാധ്യമായിട്ട് അവൻ അഭിനയിച്ചിരിക്കുന്നു. ചങ്ക് പൊട്ടുന്ന പല സീൻസും ആറാറും ഒക്കെ എനിക്ക് വളരെയധികം ടച്ച് ചെയ്തു. ഞാൻ ഡയറക്ടറാണ് അജേഷ്, ഇത് മഹേഷ്. സിനിമയെക്കുറിച്ച് പറയാനെന്ന് പറഞ്ഞാൽ ശരിക്കും ഇനി പറയേണ്ടത് പ്രേക്ഷകരാണ് ഇനി. നമ്മൾ കേരളത്തിലുടനീളം നമ്മളിപ്പോൾ റിലീസ് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് സിനിമയാണെങ്കിൽ പോലും നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് ഇപ്പം രാവിലെ മുതൽ അറിയാൻ പറ്റുന്നത്. സിനിമയെ സംബന്ധിച്ചോളം ഒരു തനി നാടനായിട്ടുള്ളൊരു സിനിമയാണ്. കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഉണ്ടായ ഒരു സിനിമയാണ്. വർഷങ്ങളായിട്ട് ഒരു ചേച്ചിയുടെ അനിയൻ്റെയും കഥ ഒരു പത്രത്തിൽ നിന്നും കണ്ട ഒരു ഫോട്ടോയിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാൽ. ഒരുപക്ഷെ ഈ ചേച്ചിയും അനിയനും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ അത് ഒരു 2 വർഷം മുമ്പ് കണ്ട ഒരു പത്രക്കട്ടിൽ നിന്നാണ് ഈ കഥ ഉണ്ടായത് തന്നെ. ഇപ്പോഴും അവർ ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ കഥയാണ് ശരിക്കും. അതിനെ കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ എടുത്തുവെന്ന് മാത്രമേ ഉള്ളൂ. അതിനെ ഈ സമൂഹമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് സമൂഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, സമൂഹം ഒരാളോട് എങ്ങനെ കാണിക്കുന്നു, ഒരു കുടുംബത്തിനോട് എങ്ങനെ കാണിക്കുന്നു ഉള്ളതൊക്കെയാണ് നമ്മൾ ഈ കഥ പറഞ്ഞു പോകുന്നത്. ഞാൻ ബാലസാഗർ സുരേഷ്. ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ആർട്ടിസ്റ്റാണ് ഈ മൂവിയിൽ. ഇത് ആക്ച്വലി ഞങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്തൊരു മൂവിയാണ്. കാരണം എല്ലാ സൈഡിലും ഏറ്റവും പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി മാക്സിമം ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടെങ്കിലും തിയേറ്റർ എഫക്റ്റ് വളരെയധികം എന്താ പറയുക, ഒരു ഫീലിംഗ് ഉള്ള ഒരു ടച്ചിങ് ആയിട്ടുള്ളൊരു മൂവിയാണ്. സോ മാക്സിമം എല്ലാവരും തിയേറ്ററിൽ തന്നെ ഈ മൂവി കാണണം. സോ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ. എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ SN മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ.